അൽ മുക്താദിർ വലിയ പ്രതിസന്ധിയെ നേരിടുന്നു. ഡോക്ടർ മൻസൂർ അബ്ദുൽ സലാം നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നു. അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. സാധാരണ ഇത് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ വിശദീകരണം രംഗത്ത് വരുന്നതാണ്, മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നതാണ്, എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ പരസ്യം കൊടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിനൊന്നും കാശില്ല. പരസ്യം കൊടുക്കണമെങ്കിൽ കാശ് വേണം, വിശദീകരണം കൊടുക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം വേണം. ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. എന്തായാലും അൽ മുക്താദിർ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന നിക്ഷേപ തട്ടിപ്പ് അവസാനിച്ച മട്ടിലായിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ബോബി ചെമ്മണ്ണൂരും ഇത് തന്നെയാണ് ചെയ്തത്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പതിയാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ദീർഘകാലത്തെ സ്വർണ്ണ വ്യാപാര പരിചയത്തിന്റെ പുറത്ത് പതിയാണ് ഈ നിക്ഷേപ തട്ടിപ്പുമായി രംഗത്തെത്തി. മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിന്റെ നന്മമരം എന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ബോബി ചെമ്മണ്ണൂർ പതിയെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് തട്ടിപ്പ് നടത്തുകയായിരുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ പ്രതിസന്ധിയിലാക്കിയവർ പക്ഷേ ധൃതി കൂടി അൽ മുക്താദിർ ഗ്രൂപ്പ് നടത്തിയ ഇടപാടുകൾ ഇപ്പോൾ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നു. അൽ മുക്താദിറിന് ഒരു സ്വർണവും വാങ്ങാനോ വിൽക്കാനോ നിക്ഷേപം തിരിച്ചു കൊടുക്കാനോ കഴിയാത്ത പ്രതിസന്ധിയുണ്ട്. പണം നിക്ഷേപിച്ചവരൊക്കെ ഓടിച്ചെല്ലുന്നുണ്ട്. അവരെങ്ങനെയെങ്കിലും ഒക്കെ പ്രതിസന്ധി ഒഴിവാക്കാൻ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ശേഖരിച്ചു കൊടുക്കും. ഇപ്പൊ ആദ്യം ചെല്ലുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട്. കാരണം പ്രശ്നം പരിഹരിച്ചു പോകാൻ വേണ്ടിയിട്ട് ആദ്യം അവർ കുറെ ചർച്ചയൊക്കെ നടത്തും. മറുനാടനെ പോലുള്ള മുസ്ലിം വിരോധികൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. അങ്ങനെ കുറച്ചുപേർ അതൊക്കെ വിശ്വസിച്ചു പോകും. ചിലരൊക്കെ ഞങ്ങൾക്ക് തരാനുള്ള പണം വേണമെന്ന് കൂടെ അവർക്ക് കിട്ടും. അങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കാരണം ഇവർ ശേഖരിച്ചിരിക്കുന്ന പണം നിയമവിരുദ്ധമാണ്. ഈ നിയമവിരുദ്ധമായ പണം സ്വർണത്തിന്റെ പേരിൽ പിരിക്കുന്നെങ്കിലും ഇവരുടെ സ്വർണ്ണമൊന്നുമില്ല കൊടുക്കാൻ. ഇൻകം ടാക്സ് 450 കോടി വെട്ടിപ്പ് കണ്ടുപിടിച്ചതിൽ കോടിക്കണക്കിന് രൂപ ഇനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ അൽ മുക്താദിന്റെ ഉടമ അറസ്റ്റിലാവാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരിടത്തും കാണാത്തത്.